പത്മജ വേദനിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഭാര്യ ബിജെപിയിലേക്ക് പോവാനാണ് സാധ്യതയെന്നും ഭർത്താവ് വേണുഗോപാൽ. നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും മറുപുറത്തിലേക്ക് സ്വാഗതം. എന്നാൽ പത്മജ പറയുന്നത് ഒരു തമാശ പറഞ്ഞതാണ് എന്നും അത് മാധ്യമങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുമാണ്. കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് ചേരുമെന്ന് സ്ഥിരീകരിച്ച് ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ. പാർട്ടിയിൽ നിന്നും കിട്ടിയ വലിയ അവഗണനയിൽ പത്മജ വേദനിക്കുന്നത് പലപ്പോഴും താൻ കണ്ടിട്ടുണ്ട് എന്നും അതുകൊണ്ട് ആകാം പത്മജ ഇതുപോലുള്ള ഒരു തീരുമാനം എടുത്തത് എന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ വൈഫിന്റെ ഡിസിഷൻ ഒന്നും പേഴ്സണൽ ഡിസിഷൻ ഒന്നും അവർ പറയാറില്ല. പക്ഷെ വളരെയധികം ഈ പാർട്ടിയിൽ നിന്ന് കിട്ടിയ അവഗണന കൊണ്ട് വേദനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും തീരുമാനം എടുത്തത്. ഈ പുള്ളിക്കാരത്തി എന്ത് തീരുമാനം എടുത്താലും ഞാൻ സപ്പോർട്ട് ചെയ്യാറ് പതിവുള്ളൂ. രണ്ട് പ്രൊഫഷണലി പൊളിറ്റിക്കലി ഞാൻ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് അച്ഛൻ്റെ ഒരു ട്രസ്റ്റ് എത്രയും കഷ്ടപ്പെട്ട് ഗവൺമെൻറ് തന്ന സ്ഥലത്ത് ഒരു സ്ഥലം പണിയാനായിട്ട് സമ്മതിച്ചല്ലോ. എല്ലാത്തിനും എതിരായിരുന്നു ഓരോരുത്തരോരോന്ന് പറഞ്ഞു. ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇത് രാഷ്ട്രീയം നിർത്തി വീട്ടിലിരിക്കാനേ പറയാറുള്ളൂ. ഇങ്ങനത്തെ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് തീരെ നല്ലതായിരുന്നില്ല. നമ്മൾക്ക് അച്ഛനൊക്കെ കണ്ട് വളർന്ന ഈ വീട്ടിലാണ് അച്ഛൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഒന്നും ചെയ്യേണ്ട, നമുക്ക് രാഷ്ട്രീയം നിർത്താം. പുള്ളിക്കാരത്തിന് മനസ്സത് തന്നെയായിരുന്നു. പിന്നെ കോൺസ്റ്റൻ്റ് ഇങ്ങനെ വന്നപ്പോൾ ഒരു ഓപ്ഷൻ വന്നപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ. വേറെ അങ്ങനെ ഇല്ല. ഒരിക്കലും ഇലക്ഷൻ ഒക്കെ ഇല്ല. ഒരിക്കലും ഇല്ല. പത്മജ എന്ത് തീരുമാനമെടുത്താലും താൻ അതിനെ പിന്തുണയ്ക്കാറാണ് പതിവ്. അച്ഛന്റെ, അതായത് കെ കരുണാകരൻ സ്മാരക നിർമ്മാണം വൈകുന്നതിലും അവർ അസ്വസ്ഥതയിലായിരുന്നു. രാഷ്ട്രീയ മാറ്റം എന്ന തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കാനാണ് താൻ പറയാറ് എന്നും അദ്ദേഹം അത് തന്നെയാണ് ആഗ്രഹിക്കാറ് എന്നും കൂട്ടിച്ചേർത്തു. ഭാര്യയുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ എതിർക്കാൻ തയ്യാറല്ല എന്ന് ഭർത്താവ് പറഞ്ഞു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നായിരുന്നു പ്രതികരണവും. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല. പരിഗണന മാത്രമല്ല, അവഗണന ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞു. ബുധനാഴ്ച വൈകിട്ട്, അതായത് ഇന്നലെ വൈകിട്ട് മാധ്യമങ്ങളിൽ പത്മജ ബിജെപിയിൽ ചേരുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ കാര്യം നിഷേധിച്ചുകൊണ്ട് പത്മജ തന്നെ വൈകിട്ട് ഫേസ്ബുക്കിൽ രംഗത്തെത്തി. പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തു. വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ബിജെപി ആസ്ഥാനത്ത് വെച്ച് പത്മജ വേണുഗോപാൽ അംഗത്വം സ്ഥിരീകരിക്കുമെന്നാണ് വിവരം. ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടുമില്ല. പത്മജ ബിജെപിയിലേക്ക് പോവുകയാണെങ്കിൽ ചതിക്കു പകരം വീട്ടും എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.